ഈ 80കളിൽ ഈ മാധ്യമത്തിൻ്റെ 80കളുടെ അവസാനത്തോടെയാണെന്ന് തോന്നുന്നു എനിക്ക്. 86-ലോ മറ്റോ അന്ന് മാധ്യമത്തിൻ്റെ തുടക്കം. പി കെ ബാലകൃഷ്ണൻ, അത് കഴിഞ്ഞ് സി രാധാകൃഷ്ണൻ, ഇവരെയൊക്കെ വെച്ചിട്ട് കൊണ്ട് ഒരു മറ സൃഷ്ടിച്ചുകൊണ്ടാണ് മാധ്യമത്തിൻ്റെ ഒരു പ്രവർത്തനം തുടങ്ങുന്നതെന്നാണ് തോന്നുന്നത്. അതായത് പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ നമ്മൾ പരിസ്ഥിതി, ദളിത്, ഈ ഒരു ചിന്തകൾ, അതിൻ്റെ സാഹിത്യം മുൻപോട്ട് വെക്കുക. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ മതരാഷ്ട്രത്തിന് വേണ്ടിയിട്ടുള്ള നിലമൊരുക്കൽ, ബൗദ്ധിക സപ്പോർട്ട് കൊടുക്കൽ എന്നായിരുന്നു എന്ന് തോന്നുന്നു. അതുകൊണ്ടാണെന്ന് തോന്നുന്നു സാഹിത്യത്തിലും ആ ഒരു ഇടപെടൽ ഉണ്ടായത്. തീർച്ചയായിട്ടും ജമാഅത്തെ ഇസ്ലാമി നേരിട്ട് അല്ല ഈ കാര്യങ്ങളിൽ ഇടപെട്ടിട്ടുള്ളത്. പകരം ഒരു പൊതുസമ്മതരായിട്ടുള്ള ആൾക്കാരെ മുന്നിൽ വെച്ചുകൊണ്ടാണ് അവർ പിന്നിൽ നിന്ന് കളിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ അത് മനസ്സിലാക്കാൻ പലർക്കും കഴിഞ്ഞിട്ടില്ല. ചില എഴുത്തുകാരെങ്കിലും ഇത് മനസ്സിലാക്കിയിട്ടുണ്ട്. അത് നമ്മൾ പറയാതിരിക്കാൻ പറ്റില്ല. ടി പത്മനാഭൻ അദ്ദേഹം ഒരിക്കലും പറഞ്ഞിട്ടുണ്ട്, കേസരി എന്നുള്ള വാരികയിൽ എഴുതിയാൽ നിങ്ങൾ വർഗീയവാദിയാവുമെങ്കിൽ മാധ്യമം ആഴ്ചപ്പത്രത്തിൽ എഴുതിയാലും വർഗീയവാദിയാകണം, പക്ഷെ എന്തുകൊണ്ടാവുന്നില്ല എന്ന് അദ്ദേഹം പരസ്യമായി ചോദിച്ചിട്ടുണ്ട്. പക്ഷേ അത് കേരളീയ സമൂഹം അദ്ദേഹം ചർച്ചയ്ക്കെടുത്തിട്ടില്ല. കാരണം ഈ പൊതുബോധത്തിലാണ് കേരളീയ സമൂഹം ചിന്തിച്ചു പോന്നിട്ടുള്ളത്. അങ്ങനെ ഒരു വലിയൊരു ഷിഫ്റ്റ്, പാരഡൈം ഷിഫ്റ്റ് മലയാള സാഹിത്യത്തിലും നമ്മുടെ സാംസ്കാരിക പ്രവർത്തനങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അത് തുടരുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് മലയാള സാഹിത്യത്തിലെയും നമ്മുടെ എഴുത്തുകാരിലെയും ഒക്കെ തന്നെ കാഴ്ചപ്പാടുകൾ രൂപപ്പെട്ടിട്ടുള്ളത്. ഇപ്പോൾ ഇത് പറഞ്ഞപ്പോഴാണ് ഓർത്തത്. അതായത് മീഡിയ വൺ എന്ന് പറയുന്നത് വർഗീയമാണെന്ന് പൊതുവേ ഇടതുപക്ഷക്കാർ പോലും പറയാറില്ല. അതേസമയം ജനൻ TV വർഗീയമാണ് താനും. മീഡിയ വൺ ജമാഅത്തെ ഇസ്ലാമിയുടെ ചാനലാണ്. ഈ പറയുന്ന പോലെ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് ഇന്ത്യയിൽ മാത്രമാണ് ഈ ഒരു രീതിയിൽ പ്രവർത്തിക്കുന്നത്. ഇന്ത്യക്ക് പുറത്ത് ബാക്കി എല്ലാ സ്ഥലങ്ങളിലും അത്രത്തോളം തീവ്രവാദപരമായ പ്രവർത്തനങ്ങൾ കൊണ്ട് ശ്രദ്ധ നേടിയിട്ടുള്ള സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി. ബംഗ്ലാദേശിലായിക്കോട്ടെ, അഫ്ഗാനിസ്ഥാനിലായിക്കോട്ടെ, പാകിസ്ഥാനിലായിക്കോട്ടെ, ഇവിടെയെല്ലാം ജമാഅത്തെ ഇസ്ലാമിക്ക് ഒരേ ഒരു സ്വഭാവമേ ഉള്ളൂ. പക്ഷേ ഇന്ത്യയിൽ അത് പറ്റാത്തത് കൊണ്ട് ആ ഒരു രീതിയിലുള്ള പ്രവർത്തനമാണ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ മീഡിയ വൺ ഓക്കെയാണ്, പക്ഷേ ജനൻ TV വർഗീയമാണ്. അതെ, ഇക്കാര്യം ഇടതുപക്ഷ നേതാക്കന്മാർ കൂടി സമ്മതിച്ചിട്ടുണ്ട്. അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഇപ്പോൾ കോഴിക്കോടിലെ ജില്ലാ സെക്രട്ടറി എന്ന് പറയുകയുണ്ടായി, ഈ മാവോയിസ്റ്റുകളുടെ പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയാണെന്ന് തുറന്ന് പറയേണ്ട ഘട്ടം വന്നു ഒരു ഘട്ടത്തിൽ. അപ്പോൾ അവർക്കറിയാം, അവർക്ക് മനസ്സിലാകുമ്പോഴേക്കും അവരുടെ കയ്യിൽ നിന്നും ഈ പിടിവിട്ടുപോയി. ഇതാണ് പ്രശ്നം. ഇടതുപക്ഷത്തിന് ഈ കാര്യം മനസ്സിലായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സ്വത്വവാദം എന്നുള്ളൊരു വാദമെടുക്കാം. വാസ്തവത്തിൽ സ്വത്വവാദം എന്നുള്ള വാദം കൃത്യമായിട്ടും ഈ പറഞ്ഞ മൗലികവാദത്തിൻ്റെ ഒരു ആശയമായിരുന്നു. ആ സമയത്ത് ഇടതുപക്ഷത്തിന് ഇതറിയില്ല, തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല ഈ സ്വത്വവാദം നമ്മൾക്കെതിരാണ് എന്ന്. പക്ഷേ അത് പിന്നീട് KN കുഞ്ഞാമതും PK പോക്കറുമൊക്കെ അടക്കമുള്ളവർ ഈ സ്വത്വവാദത്തിന് വേണ്ടി വാദിച്ചപ്പോൾ അത് തിരിച്ചറിയാൻ വൈകി അവസാനമാണ് അവർ പറഞ്ഞത് വർഗരാഷ്ട്രീയത്തിനെതിരാണ് സ്വത്വവാദം എന്ന് പറഞ്ഞിട്ട് തള്ളിയത് സംഭവത്തിൽ. പക്ഷെ അപ്പോഴേക്കും ഈ ഇടതുപക്ഷത്തിൻ്റെ കയ്യിൽ നിന്നും ഈ ഒരു ആശയം വിട്ടുപോയിരുന്നു. സാംസ്കാരിക പ്രവർത്തകരൊക്കെ തന്നെ ഇതിൻ്റെ ഭാഗമായിട്ട് മാറിയിരുന്നു. അതിൻ്റെ പ്രതിഫലനം തീർച്ചയായിട്ടും ഇടതുപക്ഷത്തിൻ്റെ അപജയത്തിലും കണ്ടിട്ടുണ്ട്, സംശയമില്ല കാര്യത്തിൽ. അത് സാഹിത്യത്തിൽ പ്രതിഫലിച്ചു, സാംസ്കാരിക പ്രവർത്തനങ്ങൾ പ്രതിഫലിച്ചു. ഇതൊക്കെയാണ് മനസ്സിലാക്കേണ്ടത്.